സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വിയേഡ് റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നോട്ട് റിവ്യൂ ചെയ്യാൻ പോകുന്ന രണ്ട് മൂവീസ് ആണ് ഇന്ന് റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. അതായത് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗന്റെ ലൈവ് ആക്ഷൻ മൂവിയും അതുപോലെ തന്നെ ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക് ബലറീന എന്ന് പറഞ്ഞ ചിത്രമാണ് ഇന്ന് റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ രണ്ട് പടത്തിനും പോയി. ആദ്യം നമ്മൾ കണ്ടത് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗന്റെ ലൈവ് ആക്ഷൻ ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗന്റെ ആനിമേഷൻ കണ്ടിട്ടുള്ളവർക്ക് ആ ഒരു ഫാൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ പടം തീർച്ചയായിട്ടും പോയി കാണാം. കാര്യം ആ ഒരു ആനിമേഷനോട് 100% നീതി പുലർത്തിയാണ് ഈ ഒരു ചിത്രം അവർ ഇറക്കിയിരിക്കുന്നത്. കാര്യം 3 പാർട്ട് ഉണ്ടായിരുന്ന ആനിമേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു മൂവിയാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. അതിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ലൈവ് അഡാപ്റ്റേഷൻ ആണ് ഇവർ ഇതിന്റെ അകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ആ ഒരു കൊടുത്തേക്കുന്ന കാസ്റ്റിംഗ് ആദ്യമേ തന്നെ പറയേണ്ട ട്രെയിലർ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. കാര്യം ആ ഹിക്കപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ തൊട്ട് ഇതിന്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ഉടനെയുള്ള എല്ലാ ക്യാരക്ടറും കിട്ടില്ലം കാസ്റ്റിംഗ് ആണ് ലൈവ് ആക്ഷനിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടൂത്ത്ലെസ് എന്ന് പറഞ്ഞ ഡ്രാഗനെ കാണിച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ ആ ഡ്രാഗൻസിനെയൊക്കെ അവർ വലിയ മാറ്റം വരുത്താതെ ആ ഒരു നമ്മൾ കണ്ട് ശീലിച്ച ആ ഒരു രീതി തന്നെയാണ് ഇതിന്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. പക്ക വിഷ്വൽ ട്രീറ്റ്, ഒരു ഫാന്റസി, ഒരു ഫീൽ ഗുഡ് രീതിയിലാണ് ഈ ഒരു ലൈവ് ആക്ഷൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല കളർഫുൾ മൂവിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു തവണ 2 തവണയൊക്കെ പോയി കണ്ടാലും നമുക്ക് വെർത്ത് വാച്ച് ആയിട്ട് തോന്നും. കാര്യം അത്യാവശ്യം കിട്ടില്ലനായിട്ടാണ് അവർ ഒരു ലൈവ് ആക്ഷൻ എടുത്ത് വെച്ചേക്കുന്നത്. ഈ ഒരു മൂവിക്ക്, ഈ ഒരു ആനിമേ മൂവിക്ക് ഇതിനും കിട്ടില്ലനായിട്ട് ലൈവ് ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ശരിക്കും ഡൗട്ടാണ്. കാര്യം അത്രയായിട്ട് കിട്ടില്ലൻ കാസ്റ്റിങ്ങും കിട്ടില്ലനായിട്ടാണ് അവർ ആ ഒരു വർക്ക് അവിടെ ചെയ്തു വെച്ചേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു മൂവി അവർ ചെയ്തു വെച്ചേക്കുന്നത്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ ഒരു ആനിമയുടെ ഫാൻ ആണ് നിങ്ങളെങ്കിൽ ഈ ഒരു മൂവി തീർച്ചയായിട്ടും പോയി കണ്ടു നോക്ക്. വെർത്ത് വാച്ച് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ കയറിയ പടമാണ് ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക് ബലറീന എന്ന് പറഞ്ഞ ചിത്രം. അന്ന ഡേ ആർംസ് ആണ് നായികയായിട്ട് വരുന്നത്. സോ പുള്ളിക്കാരത്തിന് ഇഷ്ടമുള്ളവർക്കും ജോൺ വിക് ഫാൻസിനും എല്ലാം പോയി കാണാവുന്ന ഒരു പടമാണ്. നമ്മൾ നേരത്തെ കണ്ട മൂവി അത്യാവശ്യം ഫാന്റസി കളർഫുൾ മൂവി ആണെങ്കിൽ ഇത് അത്യാവശ്യം ഡാർക്ക് ആക്ഷൻ മൂവിയാണ്. അങ്ങനെ അത് ഓർത്താണ് പോവാൻ. സോ ജോൺ വിക് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു മൂവി പോയി കാണാം. പിന്നെ അന്ന ഡേ ആംസിന് ഇഷ്ടമുള്ളവർക്കും പോയി കാണാം. പുള്ളിക്കാരനെ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാനും ഭയങ്കര രസമാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടിലൻ മൂവിയാണ്. ആ ഒരു ഫ്രാഞ്ചൈസ്, ആ ഒരു ജോൺ വിക് ഫ്രാഞ്ചൈസിനോട് 100% നീലുപൂർത്തിയാണ് ഈ ഒരു മൂവി ഇറക്കിയിരിക്കുന്നത്. നമ്മുടെ ജോൺ വിക്കിന്റെ ലാസ്റ്റ് പാർട്ടിന്റെ തൊട്ട് മുമ്പുള്ള സ്റ്റോറി ടൈം ലൈൻ ആയിട്ടാണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. സോ അണ്ണന്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സ്പോയിലറും കാര്യങ്ങളൊന്നും അല്ല, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ പോയി പടം കണ്ടു നോക്കും. എനിക്ക് പടം 2 പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജോൺ വിക്ക് അത്യാവശ്യം ഡാർക്ക് ആയിട്ടാണ് എടുത്തേക്കുന്നത്. കിഡിലിന് ആക്ഷൻ സീൻസും പുള്ളിക്കത്തിന്റെ കിട്ടിലും കുറെ സംഭവങ്ങളുണ്ട്. കുറെ ആക്ഷൻ സീൻസും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. കാര്യം ഒരു ഒറ്റ സ്ട്രെച്ച് പടം തീരുന്ന പോലെ തോന്നും. ഒരു 2 മണിക്കൂർ മിച്ചം കണ്ട പടമുള്ളൂ. നമുക്ക് തൊള്ളിലാകടിക്കുമല്ലോ. കിട്ടില്ല ആക്ഷൻ മൂവി, മറ്റേതൊരു പക്ക ഒരു ഫാന്റസി മൂവി. സോ രണ്ടും വെർത്ത് വാച്ച് ആണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ പോയി കണ്ടു നോക്കുക. സോ ഇത്രയൊക്കെ ഈ ഒരു വീഡിയോ പറയുന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.